മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ ടെലിഫോൺ ലഭിച്ചിട്ടുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് അൻവർ കെ.സി. വേണുഗോപാൽ എന്നുള്ള അദ്ദേഹത്തിൽ മാത്രമാണ് ഇനിയുള്ള വിശ്വാസം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അൻവർ ഇന്ന് വാർത്താസമ്മേളനം അവസാനിപ്പിക്കുന്നത്. ഇതാ കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും അൻവറിനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാത്ത രീതിയിലുള്ളൊരു മറുപടിയാണ് കെ.സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മാത്രമല്ല, കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണ്. കാരണം ഈ അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇനി അൻവറിന്റെ ഒരു നിലപാട്, ആരെങ്കിലും ഒരാൾ ഇതിലൊരു വിട്ടുവീഴ്ച നടത്തണമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിലിനി അൻവറിന്റെ ഒരു നിലപാട് അത് ഏത് തരത്തിലാകും? തീർച്ചയായിട്ടും അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ ബാറ്റിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഒരു രാവിലെയുള്ള അൻവറിന്റെ വാക്കുകളിൽ വല്ലാത്തൊരു നിസ്സഹായതയും തന്നെ വല്ലാതെ ചവിട്ടി തേക്കുന്നു, എന്താ പറയാ, ദയാവധം നടത്തുന്നു, അല്ലെങ്കിൽ കുനിഞ്ഞു നിൽക്കുമ്പോൾ മുതുകിൽ ചവിട്ടുന്ന രീതിയിലാണ് പലരും ഇടപെടുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് അൻവർ പറഞ്ഞത്. അവിടെ ഒരു പരാജിതന്റെ അല്ലെങ്കിൽ താൻ വല്ലാതെ ക്രൂശിക്കപ്പെടുന്നു, തന്നെ അവിടെ വളരെ വൈരാഗ്യത്തോടെ പെരുമാറുന്നു തുടങ്ങി ഉള്ള അതിന് പേര് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം കൃത്യമായിട്ട് ഉദ്ദേശിച്ചത് VD സതീശനെയാണെന്ന് നമുക്ക് വ്യക്തമായിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൻവർ വല്ലാതെ പ്രതിരോധത്തിലായിരിക്കുന്നു. കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ അൻവറിനെതിരെ അതിശക്തമായ ഒരു പടയണി തീർത്തിരിക്കുന്നു. മാത്രമല്ല, അൻവർ ഈ പറഞ്ഞ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ ആരോപണങ്ങളും അതുപോലുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ പിൻവലിച്ച്, അല്ലെങ്കിൽ ആ കാര്യമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാതെ UDFുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്, സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്ന് പറയാതെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ അസോസിയേറ്റ് മെമ്പർഷിപ്പ് അടക്കം കിട്ടാൻ ബുദ്ധിമുട്ടാകുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പൊ മുസ്ലിം ലീഗ് നേതാക്കളുടെ ഭാഗത്തുനിന്നായാലും UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ഭാഗത്തുനിന്നായാലും ഒക്കെ കുറെ കൂടി പോസിറ്റീവായിട്ട് അൻവർ വേണം, നിലമ്പൂരിൽ ജയിക്കാൻ അൻവറിന്റെ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ അൻവറിന്റെ ഒരു പിന്തുണ കൂടി ആവശ്യമാണ്, അൻവർ ചേർത്ത് പിടിക്കേണ്ടതാണ്, അൻവർ നാച്ചുറൽ ചോയ്സ് ആയിട്ട് UDFിനൊപ്പം നിൽക്കേണ്ട ആളാണ് തുടങ്ങിയ രീതിയിലുള്ള പരാമർശങ്ങൾ. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് സംസാരിച്ചത്. ആരെയും നോവിക്കാതെ, ആരെയും എന്താ പറയാ ഹാപ്പി ചെയ്യാൻ ശ്രമിക്കാതെ കാര്യങ്ങളെ വളരെ തന്മയത്വത്തോടെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ പറഞ്ഞതെങ്കിലും മറ്റു പലരുടെയും സ്വരത്തിൽ അതല്ല. ഏറ്റവും ഒടുവിലുണ്ടായ പ്രശ്നമാണ് ഇപ്പോൾ ഇത് ഏറ്റവും ഗുരുതരമായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ എന്ന് പറഞ്ഞാൽ K. സുധാകരൻ ഇതിനിടയ്ക്ക് രംഗത്ത് വന്നത്, അതായത് പ്രതിപക്ഷ നേതാവ് മാത്രമായിട്ട് തീരുമാനിക്കേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുമ്പോൾ K. സുധാകരൻ കൃത്യമായി അൻവറിനൊപ്പം നിൽക്കുകയാണ്. അൻവർ പറയുന്നത് ശരിയാണ്, അല്ലെങ്കിൽ ആ കാര്യത്തില് പ്രതിപക്ഷ നേതാവ് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കണ്ട എന്ന് പറയുമ്പോൾ അതിനർത്ഥം അൻവറിനൊപ്പമാണ്, കോൺഗ്രസിനൊപ്പമല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനൊപ്പമല്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത്. അൻവറിന്റെ പഴയ സുഹൃത്താണ്, എനിക്ക് ചെറുപ്പം മുതലേ അറിയാം, അദ്ദേഹത്തിന്റെ ഉപ്പയായിട്ട് അറിയാം, എല്ലാ കാലത്തും നല്ല കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസ് കുടുംബമാണ്. ഇങ്ങനെയൊക്കെ സുധാകരൻ പറയുമ്പോൾ വളരെ കൃത്യമായി തന്നെ സുധാകരന്റെ മനസ്സ് അൻവറിനൊപ്പമാണ്. VD സതീശൻ അങ്ങനെ ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ട, അൻവറിനെ UDFിൽ ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യാൻ, അല്ലെങ്കിൽ കോൺഗ്രസ് ആ ഒരു UDF പങ്കാളിത്തം അല്ലെങ്കിൽ UDFിലുള്ള പ്രാതിനിധ്യം അയാളെ ഘടകകക്ഷിയാക്കണം, അൻവറിന്റെ പാർട്ടിയെ UDF ഘടകകക്ഷിയാക്കണം എന്ന് പോലും സുധാകരൻ പറയാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, അപ്പോ ഈ അൻവർ PV അൻവർ സ്ഥാനാർത്ഥിക്കെതിരെ ഈ വൈകിവേളയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ, അത് ശരിയാണോ, അങ്ങനെ പറയാൻ പാടുണ്ടോ, അത് അധികപ്പറ്റല്ലേ, അധിക പ്രസംഗം അല്ലേ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതൊക്കെ അത്ര ഒരു അങ്ങനെ അങ്ങ് പറഞ്ഞെന്ന് അതിനൊന്നും അദ്ദേഹം ഒരു പ്രാധാന്യം കാണുന്നില്ല. മറിച്ച് ഈ പറഞ്ഞ അൻവറിനെ മുന്നണിയിൽ എടുക്കണം, അൻവറിനെ ഘടകകക്ഷിയാക്കണം എന്നുള്ളൊരു നിലപാടാണ് എടുക്കുന്നത്. ഹലോ, അത് തന്നെയാണ്. അതായത് ഇപ്പൊ ഇനി VD സതീശന്റെ ഒരു നിലപാട് അത് തന്നെയല്ലേ ഇതിൽ ഏറ്റവും നിർണായകം. കാരണം കോൺഗ്രസിലെ മറ്റു നേതാക്കൾക്ക്, UDFിലെ മറ്റു നേതാക്കൾ എല്ലാവരും അൻവറിനോടൊപ്പം ചേർക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ, ഒപ്പം തന്നെ ലീഗ് നമുക്കറിയാം വലിയ രീതിയിലുള്ള ചർച്ചയൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ തുടങ്ങിയതാണ്. അൻവറുമായുള്ള ഒരു സമവായത്തിലേക്കൊക്കെ എത്താനായി ലീഗിന്റെ ഭാഗത്തുനിന്നും ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. ഇതിനകത്ത് എല്ലാം വരുന്നൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, കോൺഗ്രസിനകത്ത് ഒരു വിഭാഗത്തിന്, പ്രത്യേകിച്ച് K. സുധാകരൻ അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കള് ഏത് വിഷയത്തിലും VD സതീശനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു ലൈനിലേക്കാണ് പോകുന്നത്. അതായത് VD സതീശൻ എടുക്കുന്ന നിലപാടുകൾ ഏകപക്ഷീയമാണ്, ഏകാധിപത്യപരമാണ് എന്ന രീതിയിലെടുത്ത് VD സതീശനാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക്. ഇപ്പോ ഞാൻ ചോദിക്കുന്നത്, ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിൽ പ്രഖ്യാപിച്ചത് VD സതീശൻ ഒറ്റയ്ക്കല്ലല്ലോ. അത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ചേർന്നെടുത്ത ഏകകണ്ഠമായ യുനാനിമസ് ആയ ഡിസിഷനാണ്.
പക്ഷെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ വളരെ മോശമായ രീതിയിൽ വളരെ നേരത്തെയും ഏറ്റവും ഒടുവിലും അൻവർ പറയുകയും അക്കാര്യത്തിൽ അൻവറിന് ഒരു പശ്ചാത്താപവും ഇല്ല, ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എന്ന രീതിയിൽ അൻവർ വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ന്യായീകരിക്കുന്ന ഒരാളെ എങ്ങനെ UDF-ന്റെ ഘടകകക്ഷിയാക്കും എന്ന് വി.ഡി. സതീശൻ ചോദിക്കുന്നതിനകത്ത് എന്താ തെറ്റ്? ആ തെറ്റ് പക്ഷേ തെറ്റാണെന്ന്, അത് ഒരു ശരിയായ ചോദ്യമാണെന്ന് അംഗീകരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അൻവർ ഇല്ലെങ്കിൽ UDF അവിടെ നിലമ്പൂരിൽ ജയിക്കില്ല, ക്ലച്ച് പിടിക്കില്ല, തോറ്റുപോകും, ഈ രീതിയിൽ വരുത്താൻ ശ്രമിക്കുന്നത് പോലും ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാരെ സഹായിക്കാനാണ്? കോൺഗ്രസിന്റെ ആത്മാഭിമാനം രക്ഷിക്കുന്ന ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയില്ലാത്ത അൻവറിനെ പോലെ ഒരാളെ അങ്ങനെ അയാളുടെ എല്ലാ ഉപാധികളോടും കൂടി UDF-ലോ കോൺഗ്രസിലോ എടുക്കാൻ കഴിയില്ല. അൻവർ എന്നെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, പിന്നീട് ഇങ്ങനെ ചേർത്താൽ പോലും അത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അൻവറിന് ഒരു മയം വരാതെയും ഒതുക്കം വരാതെയും കുറച്ചുകൂടി പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അൻവറിന്റെ വിഷപ്പല്ല് പറിച്ചുകൊണ്ട് മാത്രമേ UDF-ൽ ചേർക്കാൻ പാടുള്ളൂ എന്നൊരു നിലപാടാണത്. പക്ഷെ അത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പാർട്ടി താല്പര്യത്തിൽ UDF താല്പര്യത്തിൽ അത് ചെയ്യാൻ ശ്രമിക്കുന്ന വി.ഡി. സതീശനെ ഒടുവിൽ ഒറ്റപ്പെടുത്തി എല്ലാ കുഴപ്പങ്ങളുടെയും കാരണക്കാരൻ വി.ഡി. സതീശനാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമം എവിടെയൊക്കെയോ ഏതെല്ലാമൊക്കെ കേന്ദ്രങ്ങളിൽ നടക്കുന്നു എന്ന് വേണം ഇപ്പോഴത്തെ ഡെവലപ്മെന്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ. അതത്ര ഗുണകരമായ കാര്യമല്ല കോൺഗ്രസിനും അല്ല UDF-നും അല്ല. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുന്ന ഒരാളെ എങ്ങനെയാണ് പാർട്ടിയിലേക്ക് എടുക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ മറുവശത്ത് ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമായി തിരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ അവിടെ ഒരു അൻവർ എഫക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം UDF-ന് അറിയുന്ന കാര്യമല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എക്കോ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കൂടുതൽ ഉറക്കെ പറയുന്നത് കേട്ടോ, അതിനെ മറികടക്കാൻ വേണ്ടി. വല്ലാതെ എക്കോ വരും. പറയൂ. ഞാൻ പറഞ്ഞോളാം. അതായത് മാങ്കൂട്ടത്തിലടക്കം പറഞ്ഞ ഒരു തിയറി ഉണ്ടല്ലോ. അതായത് ഈ കഴിഞ്ഞ 9 വർഷക്കാലം PV അൻവർ ആരോടൊപ്പമായിരുന്നു? ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു. 2021 ഇലക്ഷനിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിൽ 2800 വോട്ടിനാണ് അൻവർ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് VV പ്രകാശിനെ തോൽപ്പിച്ചത്. അപ്പൊ അൻവർ ഇഫക്റ്റ്, ഇനിയിപ്പോ അൻവറിന് ഇഫക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ആ ഇഫക്റ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ടും ആർക്കൊപ്പം കിട്ടി? ആർക്കാണ് ആ ഇഫക്റ്റിന്റെ വോട്ടുകൾ കിട്ടിയത്? അൻവറിനെ അനുകൂലിക്കുന്ന ആളുകളുടെ വോട്ടുകൾ LDF-ന് കിട്ടിയത് കൊണ്ടാണ് LDF ജയിച്ചത്. അതും 2800 വോട്ടിനാണ് ഏറ്റവും ഒടുവിൽ ജയിച്ചത്. അപ്പൊ അൻവർ ഇത്തവണ മാറി നിന്നാൽ, ഇനി അഥവാ അൻവർ തനിച്ചു നിന്നാലും അൻവറിന്റെ പിന്തുണയ്ക്കുന്ന വോട്ടുകൾ LDF-ന് ഇല്ല. അപ്പൊ LDF-ന് ആ വോട്ടുകൾ കുറയുന്നു. UDF-ന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ കുറയ്ക്കേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ തവണയും മറുവശത്തായിരുന്നു അൻവറിനെ പിന്തുണയ്ക്കുന്നവരൊക്കെ അൻവറിനാണ് വോട്ട് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും UDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയേണ്ട സാഹചര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ അൻവറിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ LDF-ന്റെ പെട്ടിയിൽ നിന്ന് മാറി അൻവറിന്റെ സ്വന്തം പെട്ടിയിൽ വീഴുമ്പോൾ അവിടെ LDF വോട്ടുകൾ കൂടുതൽ കുറയുകയും UDF-ന്റെ വോട്ടുകൾ കഴിഞ്ഞ തവണത്തെ പോലെ അതേ ഇതിൽ നിലനിൽക്കുകയൊക്കെ ചെയ്താൽ സാധ്യത UDF-ന് തന്നെയല്ലേ, നഷ്ടം LDF-നും അൻവറിനും തന്നെയല്ലേ എന്നൊരു ചോദ്യത്തിനകത്തൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും പറയാറുണ്ട് എല്ലായ്പ്പോഴും ഒന്നും കൂടുമ്പോൾ 2 അല്ല 1.5 പോലും ആകാറില്ല, ചിലപ്പോൾ 1 പോലും ആകാറില്ല എന്ന വേറൊരു വ്യാഖ്യാനം അപ്പുറത്തുണ്ട്. അതുകൊണ്ട് ഇവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് ലക്ഷ്യമെങ്കിൽ അൻവറിന്റെ ഒരു പിന്തുണ ഉണ്ടാക്കിയാൽ അത് വളരെ അനായാസമായിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ നടക്കും. പക്ഷെ അൻവർ ഇത്രയും കൺഫ്യൂഷനൊക്കെ സൃഷ്ടിച്ച് സ്ഥാനാർത്ഥിയെ പോലും വല്ലാത്തൊരു വിഷമോർത്തത്തിലാക്കി, സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം പോലും പ്രതിച്ഛായ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രസ്താവനകളും തുടർച്ചയായി നടത്തിയതിനു ശേഷം അങ്ങേര് ഈ UDF-ലേക്ക് വന്നാൽ ആ UDF-ന് അൻവറിന്റെ ഈ പ്രസ്താവനകൾക്കൊക്കെ ശേഷം അൻവർ ഇഫക്റ്റ് അതിന്റെ പൂർണ്ണ അളവ് കിട്ടുമോ? അതൊരു വലിയ ചോദ്യമാണല്ലോ. അൻവർ കുഴപ്പമുണ്ടാക്കാനുള്ളത് മുഴുവൻ ഉണ്ടാക്കി സ്ഥാനാർത്ഥിയെ പോലും അപമാനിച്ച് അല്ലെങ്കിൽ പ്രതിച്ഛായ കളങ്കപ്പെടുത്തിയ ശേഷം അൻവർ UDF-ന്റെ ഭാഗമായാലും ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന എന്താ? ഇടതുപക്ഷം അല്ലെങ്കിൽ മറുപക്ഷം ഉന്നയിക്കുന്ന പ്രധാന വാദം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അൻവർ പോലും ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താ പറഞ്ഞത്? അയാളൊരു നിലവാരമില്ലാത്ത ആളാണ്, വ്യക്തിത്വം ഇല്ലാത്ത ആളാണ്, അയാളുടെ കൂടെ ജനങ്ങളില്ല, ജനപിന്തുണ ഇല്ലാത്ത ആളാണെന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന അൻവർ അല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതൊരു തെരഞ്ഞെടുപ്പ് ആയുധമല്ലേ?
അപ്പൊ അൻവർ നടത്തിയത് തീർച്ചയായിട്ടും മുമ്പേ പറഞ്ഞതൊക്കെ ശരി. അന്ന് അദ്ദേഹം ഇന്നലെ അൻവർ പറഞ്ഞൊരു ന്യായമുണ്ട്, ഞാനന്ന് UDF ഭാഗമല്ല, അതുകൊണ്ട് ഞാൻ തൃണമൂൽ കോൺഗ്രസിന്റെ മാത്രം ആളാണ്, അതുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാം, ആ സ്ഥാനാർത്ഥി ശരിയല്ല എന്ന് പറയാം. പക്ഷെ ഇപ്പോ UDF പ്രവേശനം കാത്തിരിക്കുന്ന, UDF പ്രവേശനം കിട്ടാത്തതിന്റെ പേരിൽ അരിശപ്പെടുകയും ശോഭിക്കുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്ന അൻവർ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് മോശം പറഞ്ഞാൽ അതെന്ത് പറച്ചില്ല? അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അത് ഏതെങ്കിലും പാർട്ടിക്ക്, അഭിമാനമുള്ളൊരു പാർട്ടിക്ക്, അന്തസ്സുള്ളൊരു പാർട്ടിക്ക് അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റുമോ? ഇതൊന്നും ഒരു പ്രശ്നമല്ല. അൻവറിനെ കൂടെ കൂട്ടുക മാത്രമാണ് UDF മുമ്പിലുള്ള ഏക മാർഗം എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് പിന്നെ എന്താ ആത്മാഭിമാനം ഉള്ളത്, എന്താ അന്തസ്സുള്ളത്? ഇനിയിപ്പോ അത് സുധാകരനല്ല, രമേശ് ചെന്നിത്തല വളരെ കൃത്യമായ പാർട്ടി എടുത്തത്. ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലുള്ള ഒരു നിലപാടിലേക്ക് പാർട്ടി പോകുമോ എന്നുള്ളത് കണ്ടറിയണം. മറ്റൊരു കാര്യമുള്ളത്, ഇത്തരത്തിൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ 2-ാം തീയതി നോമിനേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അൻവറിന്റെ കൂടി പേര് കാണേണ്ടി വരുമോ? ഇപ്പൊ ഒരു കോൺഗ്രസ്സുകാരനല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഈ പറയുന്നതിന് മറ്റുള്ളവർക്ക് പറയാം, UDF വിജയം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അതാണ്. അൻവർ അല്ല പ്രശ്നം, UDF ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നൊക്കെ ഇപ്പൊ പറയും. പക്ഷെ യഥാർത്ഥത്തില് അൻവർ തന്നെയാണ് പ്രശ്നം. അൻവറിനെ മുന്നണിയിൽ എടുക്കുമ്പോൾ അൻവർ പറയുന്ന മുഴുവൻ ഡിമാൻഡുകളും അംഗീകരിച്ചിട്ട് മുന്നണിയിൽ ഒരു ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അത് മുന്നണിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഇപ്പൊ ഇടതുമുന്നണി നേരിട്ടതും അദ്ദേഹത്തെ ഇത്രയും കാലം ചേർത്ത് പിടിച്ച ആ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ മുഖ്യമന്ത്രിയുടെ പോലും അത്രത്തോളം വലിയ മുഖ്യമന്ത്രിയുടെ അടുത്ത് സ്വാധീനമുണ്ടെന്ന് നമ്മൾ കരുതിയിരുന്ന അൻവർ ഒടുവിൽ മുഖ്യമന്ത്രിക്കെതിരെ എന്ത് ചെയ്തു, എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയാം. അത് തന്നെ UDF നേതാക്കൾക്കെതിരെയും അൻവർ പറയും. അൻവറിന് അതൊന്നും പറയാനൊരു മടിയുള്ള ആളൊന്നുമല്ല. അൻവർ എന്ത് വേണമെങ്കിൽ പറയും. അൻവറിന്റെ സൗകര്യത്തിനും അൻവറിന്റെ മനസ്സനുസരിച്ച്, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അനുസരിച്ച് അൻവർ ഏത് സമയത്ത് എന്ത് വേണമെങ്കിൽ പറയാൻ തയ്യാറുള്ള ഒരാളാണ്. അപ്പൊ ആ നിലയ്ക്ക് അൻവറിനെ, അതിനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി അൻവറിനെ UDF എടുത്താൽ ഭാവിയിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അത് UDF നേതാക്കൾ ചിലർക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം മനസ്സിലാകാത്തതല്ല, അത് വേറെ ചിലർക്ക് VD സതീശനോടുള്ള ചില വിരോധം. VD സതീശന് അൻവറിനോടുള്ള വിരോധത്തോളം മറ്റുള്ളവർക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം 150 കോടിയോളം രൂപ കർണാടകത്തിൽ നിന്ന് മീൻ വണ്ടിയിൽ കൊണ്ടുവന്ന് ചാവക്കാട് കടപ്പുറത്ത് VD സതീശന് ഇറക്കി കൊടുത്തു എന്ന് പറഞ്ഞ ആളാ ഇങ്ങനെ. ശരിയല്ലേ? ഹലോ, പിന്നെ VD സതീശന് ഉണ്ടാവുന്ന ഒരു വിരോധം മറ്റുള്ളവർക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല, ഉണ്ടാവുകയില്ല. മാത്രമല്ല VD സതീശനാണ് അവരുടെയൊക്കെ കണ്ണിലെ കരടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് അത് പ്രശ്നമല്ല. അൻവർ അതൊക്കെ പറയുമ്പോൾ അവർ ആഹ്ലാദിക്കുകയാണ്. ഞാൻ ഏതായാലും കോൺഗ്രസ് ഇന്നലെ വരെ ഉണ്ടാക്കിയെടുത്തൊരു അന്തസ്സുണ്ട്, ഒരു ഇമേജ് ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പാർട്ടി ഒരു നിലപാടെടുത്തു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം വെള്ളം ചേർക്കുന്നതും എന്താ പറയാ നൽകുന്നതും സത്യത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തിയുള്ളൂ. അതുകൊണ്ട് ലോങ് ടേമിൽ ഗുണമല്ല, ദോഷമാണ് ഉണ്ടാകുക. ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ഉന്നയിക്കാൻ പോകുന്ന പ്രധാന ആരോപണം കോൺഗ്രസിനൊരു അല്ലെങ്കിൽ UDF ഒരു അന്തസ്സുണ്ടോ, ഒരു നിലപാടുണ്ടോ എന്നാണ് ചോദിക്കാൻ പോകുന്നത്. അത് ഉറപ്പാണ്. എന്തായാലും ഏത് തരത്തിലാകും ഇനി സ്ഥാനാർത്ഥിയെ, താങ്കൾ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥിയെ തള്ളി പറഞ്ഞ അൻവറിനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുമോ എന്നുള്ളത് ഇനി വരും സമയങ്ങൾ മാത്രമേ അറിയൂ. വളരെ നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.